മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ജനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും LDFന് അനുകൂലമായ ഒരു തരംഗമെന്ന രീതിയിൽ ഉയർന്നു വരുന്നതിന് ഇടയാക്കിയിരിക്കുകയാണ്. പൊതുവെ LDFന് മികവാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടാനാകുമെന്നതാണ് പൊതുവെയുള്ള നില. ഇതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ചോദ്യങ്ങളാവും മൈക്ക് രണ്ട് സൈഡിൽ കൈമാറിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഒരു വിദ്വേഷ പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ വലിയ ചർച്ചയാവുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവുകളടക്കം പരാതി കൊടുത്തു. പക്ഷേ അങ്ങനെ ഒരു പരാതിക്ക് സ്ഥിരീകരിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. ഒടുവിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടാക്കാരായിട്ട് അടക്കമുള്ള ആളുകൾ ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഒരു കാര്യം ഇതോടൊപ്പം ചേർത്ത് നമ്മൾ കാണണം. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക, ആ ഒരു നിലപാടാണ് സംഘപരിവാർ പൊതുവെ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ സ്ഥാപനത്തിൻ്റെയും സ്വതന്ത്രാവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നം ഈ ഘട്ടത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യാൻ നേരത്തെ നിയോഗിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മുടെ രാജ്യത്തെ പരമോന്നതമായൊരു ഭരണഘടനാ പദവിയല്ലേ. ആ പരമോന്നതമായ മുഖ്യമന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.